നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1, ശനിയാഴ്ചയാണ്, ഇടവം 18. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്ന പുറത്തുവരാൻ പോകുന്ന ദിവസമാണിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് പോകാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലാണ് എല്ലാവരും എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. അതുപോലെ തന്നെ ശക്തമായ മഴ സംസ്ഥാനത്ത് ഇന്നും തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി ആലപ്പുഴ, ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിലെല്ലാം അതിശക്തമായ മഴയുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ നിന്ന് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നത്തെ മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 100 ന്യൂസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3:30-ക്കാണ് ധ്യാനം അവസാനിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തെത്തുന്ന മോദി വാരാണസിയിലേക്കാണ് പോവുക. DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പോലീസ് യോഗം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി ദിനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ADGP MR അജിത് കുമാറും യോഗത്തിൽ പങ്കെടുക്കും. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലിയെന്ന DK ശിവകുമാറിന്റെ ആരോപണത്തിൽ വിവാദം കൊഴുക്കുന്നു. വിവാദത്തിന് പിന്നാലെ നൽകിയ വിശദീകരണത്തിലും പരാമർശം ആവർത്തിച്ച് DK ശിവകുമാർ. രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടത്തിയെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു പരാമർശം. DK ശിവകുമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ വീണ്ടെടുക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം പരിശോധിക്കും. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. ബാർക്കോഴ ആരോപണത്തിൽ സമരം വ്യാപിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ്. അടുത്ത മാസം 11-ന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. 14 കളക്ടറേറ്റുകളിലേക്കും സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധ മാർച്ച്. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് മുന്നണി തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 7 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. മഴ ശക്തമായതോടെ കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശമായ ആർപ്പൂക്കരയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. 4 തോട് ഭാഗത്ത് താമസിക്കുന്നവർക്കാണ് ദുരിതം കൂടുതൽ. മഴ തുടങ്ങിയപ്പോൾ മുതൽ വെള്ളം കയറിയ റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമായിട്ടില്ല. ഹരിപ്പാട് പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ ദേവനാരായണൻ മരിച്ച സംഭവത്തിൽ ഡോക്ടേഴ്സിനെതിരെ പരാതി കൊടുക്കാനൊരുങ്ങി കുടുംബം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെതിരെയാണ് പരാതി. കുത്തിവെപ്പ് എടുത്തില്ല എന്നും വേണ്ട ചികിത്സയോ പരിശോധനകളോ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കിയില്ല എന്നും ആരോപണം. ആവേശം സിനിമാ സ്റ്റൈലിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി പൊതുനിരത്തിൽ കാർ ഓടിച്ച സഞ്ജു ടെക്കിക്കെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പിനോട് ഇന്നലെ ഹൈക്കോടതി കൂടുതൽ വിശദാംശങ്ങൾ തേടിയിരുന്നു. കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് ACPയുടെ ആവശ്യപ്രകാരമാണ് ബോർഡ് രൂപീകരിച്ചത്. മെഡിക്കൽ ബോർഡിന്റെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. കോഴിക്കോട് ചേവായൂരിൽ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ കുഴഞ്ഞു വീട് മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. ഇന്നലെ വൈകിട്ടാണ് നടുവണ്ണൂർ കൂട്ടാലട സ്വദേശി റെനീഷും കിനാലൂർ സ്വദേശി അശോകനും മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസിന്റെ അന്വേഷണം തുടരുന്നു. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന രീതിയിലെ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന വികാരിയുടെ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് മുൻ ഉത്തരവെന്ന് വ്യക്തമാക്കിയാണ് കോടതി നടപടി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 9 മെഡിക്കൽ കോളേജുകളിൽ പുതിയ പ്രിൻസിപ്പൽമാരെ നിയമിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ, സ്പെഷ്യൽ ഓഫീസർ, പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ കഴിഞ്ഞ മാസവും ഇന്നലെയുമായി വിരമിച്ച സാഹചര്യത്തിലാണ് നിയമനം. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗിയായ ആദിവാസി യുവതി മരിച്ചു. അഗളി മേലേക്കണ്ടിയൂർ സ്വദേശിനി സൗമ്യയാണ് മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സ നൽകി വരവെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൈക്കൂലി ആരോപണത്തിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ്. കൊട്ടാരക്കര തഹസിൽദാർ അജികുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽകുമാർ, ഡ്രൈവർ മനോജ് എന്നിവർക്ക് സസ്പെൻഷൻ. താൽക്കാലിക ഡ്രൈവർ ശശി മനോജിനെ പിരിച്ചുവിടാനും നിർദ്ദേശം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പകർച്ചവ്യാധികൾക്കെതിരെ മുന്നൊരുക്കം ക്യാമ്പയിൻ ആചരിച്ചു.
മുപ്പൈനാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പനയമൊട്ടിൻകുന്ന് കോളനിയിലെ കുടുംബങ്ങൾ പുകയില വിരുദ്ധ ദിനപ്രതിജ്ഞയെടുത്തു. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക മലയാളി കൗൺസിലിൽ ഗ്ലോബൽ ലീഗൽ ഫോറത്തിന്റെ ചെയർമാനായി അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ ചുമതലയേറ്റു. പ്രവാസി മലയാളികൾക്ക് ആവശ്യമായ നിയമസഹായം ഉറപ്പാക്കുകയാണ് ഗ്ലോബൽ ലീഗൽ ഫോറത്തിന്റെ ലക്ഷ്യം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പന്തളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടക്കോണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരിച്ചു. പത്തനംതിട്ട ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ബാലരാമപുരം പഞ്ചായത്തിലെ ചാനൽപാലം റസൽപുരം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പരാതിയുമായി നാട്ടുകാർ. 1/2 കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായില്ല എന്ന് ആക്ഷേപം. ചടയമംഗലം ഹരിശ്രീ ലഹരിമോചന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുകയില വിരുദ്ധ ദിനാചരണം നടത്തി. MG ഹൈസ്കൂൾ SPC യൂണിറ്റും ആരോഗ്യ പ്രവർത്തകരും സന്ദേശ റാലിയിൽ പങ്കെടുത്തു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പിറവന്തൂർ കിസാൻ കോൺഗ്രസ് ബ്രിഗേഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചെമ്പനരുവിയിൽ P വിജയന്റെ വസതിയിൽ നടന്ന പരിപാടി ബ്രിഗേഡ് സംസ്ഥാന സെക്രട്ടറി A ലജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പിറവന്തൂർ മണ്ഡലം പ്രസിഡന്റ് TN ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു. വനമേഖലയോട് ചേർന്ന ദേശീയപാതയോരത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങളാണ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണാവള്ളി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CT വേണുഗോപാൽ അധ്യക്ഷനായി. ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചേർത്തല ഏരിയയിൽ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ചേർത്തല ആയുർവേദ ആശുപത്രിക്ക് മുന്നിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. CITU ദേശീയ കൗൺസിൽ അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം മുക്കൂട്ടുതറ ശാഖയിൽ പുതുതായി നിയമിതരായ എരുമേലി യൂണിയൻ ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. SSLC+2 വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് K രവികുമാർ അധ്യക്ഷത വഹിച്ചു. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഫോർട്ട് ക്യൂൻ ബോട്ട് കട്ടപ്പുറത്ത് തന്നെ. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരുന്ന ബോട്ട് മാസങ്ങളായി എറണാകുളം ഹൈക്കോടതി ടൂറിസ്റ്റ് ജെട്ടിയിൽ മാറ്റിക്കെട്ടിയിരിക്കുകയാണ്. ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സർവീസിന് യോഗ്യമാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ആവശ്യം. കാട്ടാക്കടയിൽ സ്കൂൾ കോളേജ് ബസ്സുകൾക്കും ഡ്രൈവർമാർക്കും കർശന നടപടിയുമായി RTO. CF പരിശോധന കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ ഒഴികെയുള്ളവയുടെ പരിശോധന നടത്തി. കാട്ടാക്കട RTOയുടെ പരിധിയിലെ സ്കൂൾ കോളേജ് ബസ്സുകളുടെ കാര്യക്ഷമതാ പരിശോധന ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് നടത്തി മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം നെടുങ്കയം ആദിവാസി കോളനിയിലെ കുട്ടികൾക്കായി ബാലസൗഹൃദ അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്ത് നടത്തിയത് എടക്കര ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപ്പാക്കുന്ന ബാലസൗഹൃദ ഭവനങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി. പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19A ബാച്ചിലെ 291 വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും KAP 5ാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ 2023 ഒന്നാം ബാച്ച് 158 പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നാളെ വൈകിട്ട് 3-ന് തൃശൂർ പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വ്യാപക പരിശോധന. 7 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും 25 സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. 4 സ്ക്വാഡിൽ 22 പരിശോധനകളാണ് നടത്തിയത്. കനത്ത മഴ പെയ്യുമ്പോഴും ജലനിരപ്പ് ഉയരാതെ പെരിങ്ങൽകുത്ത് ഡാം. വൃഷ്ടിപ്രദേശത്ത് മഴയും ആവശ്യത്തിന് നീരൊഴുക്കും ഉണ്ടെങ്കിലും ഡാമിൽ ജലനിരപ്പിൽ മാറ്റമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വൈദ്യുതി ബോർഡ്. കൊല്ലം പാരിപ്പള്ളി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. ഗതാഗതക്കുരുക്കിന് കാരണം അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണമെന്ന് പ്രദേശവാസികൾ. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് നിത്യസംഭവമാകുന്നുവെന്ന് പരാതി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. പുതുക്കിയ പാഠപുസ്തകങ്ങൾ SCERT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ബാലരാമപുരം പുന്നമൂട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, ഇക്കണോമിക്സ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 6-ന് രാവിലെ 10:30 നടക്കും.
നെയ്യാറ്റിൻകര സെൽപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11-ന്. കൊട്ടിയം ആദിച്ചനെല്ലൂർ ഗവൺമെന്റ് UPSൽ ഒഴിവുള്ള ഒരു ഫുൾ ടൈം അറബിക് വിഷയത്തിൽ UPS അധ്യാപകരുടെ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കല്ലമ്പലം പള്ളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗം ഹിന്ദി, അറബ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് വൈകിട്ട് 2 മണിക്ക്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം കലാപരിശീലന വിഭാഗം പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ക്ലാസുകൾ ആരംഭിക്കുക ഈ മാസം 5 മുതൽ. കീം 2024നോടനുബന്ധിച്ചുള്ള സംശയ നിവാരണത്തിനും അന്വേഷണത്തിനും പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ കാര്യാലയത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വിശദമായ വിവരങ്ങൾ ലഭ്യമാകും. കൊല്ലം കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ അഡ്മിഷന്റെ രജിസ്ട്രേഷൻ തീയതി ഈ മാസം 6 വരെ ദീർഘിപ്പിച്ചു. ഡിപ്ലോമ അഡ്മിഷന്റെ രജിസ്ട്രേഷനായി ഈ മാസം 11 വരെ അപേക്ഷ നൽകാം. അടൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം. ലെക്ചർ ഇൻ പോളിമർ ടെക്നോളജി, ഡെമോൺസ്ട്രേറ്റർ പോളിമർ ടെക്നോളജി എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 4-ന് രാവിലെ 10:30-ന് കോളേജിൽ ഹാജരാകണം. പാലക്കാട് അയലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ പാവ, കളിപ്പാട്ട് നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, പരമ്പരാഗത കൊട്ട, വട്ടി, മുറം നിർമ്മാണം എന്നിവയിൽ പ്രാവീണ്യമുള്ള ട്രെയിനർമാരെ ആവശ്യമുണ്ട്. ആധാർ കാർഡ്, മറ്റ് സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ ഹാജരാകണം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ദേശീയ വാർത്തകൾ. റമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രകൃതി ദുരന്തം സംഭവിച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ടെലിഫോണിൽ സംസാരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസം, ത്രിപുര, മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലാണ് ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചത്. പ്രകൃതി ദുരന്തം സംഭവിച്ച 5 സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുമെന്നും അമിത്ഷാ. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ജയ്പൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 44 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനത്തെ പരിഹസിച്ച് കോൺഗ്രസ് MP അധീർ രഞ്ജൻ ചൌധരി. മോദി ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക ആത്മഹത്യ എന്നിവ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അതിനിടയിലാണ് മോദി ധ്യാനത്തിലിരിക്കുന്നതെന്നും അധീർ രഞ്ജൻ ചൌധരി. ഡൽഹി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മയും കഴിവുകേടും മറച്ചുവെക്കുന്നത് സർക്കാരിന്റെ ശീലമായി മാറിയിരിക്കുകയാണെന്ന് വിമർശനം. വാത്മീകി മഹർഷി കുംഭകോണ കേസിൽ B. നാഗേന്ദ്രയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് കർണാടക BJP. കേസ് CBI അന്വേഷിക്കണം. B. നാഗേന്ദ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആരോപണം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ വിമർശനവുമായി BJP നേതാവ് രവിശങ്കർ പ്രസാദ്. മമതാ ബാനർജി 2 തവണ മുഖ്യമന്ത്രിയായത് EVM വോട്ടിംഗിലൂടെയാണെന്ന് മറക്കരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുതാര്യമാണെന്നും രവിശങ്കർ പ്രസാദ്. അരവിന്ദ് കെജ്രിവാൾ ജലബോർഡ് കൊള്ളയടിച്ചെന്ന് ഡൽഹി BJP അധ്യക്ഷൻ സച്ദേവ്. രാജ്യതലസ്ഥാനത്ത് ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്ന് വിമർശനം. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാര്യ സോണിൽ ഷായ്ക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം. വ്യാഴാഴ്ച തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലെ കോട്ടെ ഭൈരവൻ ക്ഷേത്രത്തിൽ അമിത്ഷാ ദർശനം നടത്തിയിരുന്നു. പ്രസംഗത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ട്രോളി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മൈക്ക് തകരാറിലായപ്പോഴായിരുന്നു സംഭവം. ഈ മൈക്ക് ഉടമയുടെ പേര് രാഹുൽ എന്നെങ്ങാനുമാണോ എന്നായിരുന്നു സ്മൃതിയുടെ ചോദ്യം. മഹാരാഷ്ട്ര താനെയിൽ സബർബൻ ട്രെയിനിനുള്ളിൽ യുവതിക്ക് നേരെ ലൈംഗിക പീഡനം. പ്രതിയായ 22-കാരൻ പിടിയിൽ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ വെച്ചാണ് 32-കാരി പീഡനത്തിന് ഇരയായത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ കൈക്കൂലി കേസിൽ സർപഞ്ചിന്റെ ഭർത്താവ് അറസ്റ്റിൽ. 95,000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിലാണ് അറസ്റ്റ്. രാജ്യാന്തര വാർത്തകൾ. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 3 ഘട്ടങ്ങളിലായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഖത്തർ വഴി ഹമാസിന് ഇസ്രയേൽ കൈമാറി എന്ന് ബൈഡൻ പ്രതികരിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും ജോ ബൈഡൻ ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടു.
ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുൻ പാർലമെന്റ് സ്പീക്കർ അലി ലാറിജാനി രംഗത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ മാസം 28-നാണ് തെരഞ്ഞെടുപ്പ്. ചൈന സന്ദർശിക്കാനൊരുങ്ങി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഈ മാസം 4 മുതൽ 8 വരെ ചൈന സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. പലസ്തീൻ പിന്തുണയെ തുടർന്ന് ഫൈസ ഷഹീന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച ലേബർ പാർട്ടിക്കെതിരെ പ്രതിഷേധം ശക്തം. സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ ഒഴിവാക്കിയ ഇമെയിൽ സന്ദേശം ലഭിച്ചപ്പോൾ വലിയ ഞെട്ടലായിരുന്നു. തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല എന്ന് ഫൈസ ഷഹീന്റെ പ്രതികരണം. വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിസോ ആശുപത്രി വിട്ടു. റോബർട്ട് ഫിസോ സുഖം പ്രാപിച്ചു വരികയാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ജേതാവായി ഇന്ത്യൻ വംശജനായ 12-കാരൻ. ഫ്ലോറിഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിയായ ബ്രഹഡ് സോമനാണ് ജേതാവ്. ചാമ്പ്യനായത് 90 സെക്കൻഡിനുള്ളിൽ 29 വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാതെ പറഞ്ഞ്. ചൂട് കനക്കുന്ന പശ്ചാത്തലത്തിൽ UAE-യിൽ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുക. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെ 3 മാസമാണ് നിയമം നിലനിൽക്കുക. 4 മാസത്തെ തുടർച്ചയായ വർധനവിന് ശേഷം UAE-യിൽ ഇന്ധനവില കുറച്ചു. അടുത്ത മാസം ഇന്ധനവിലയിൽ ശരാശരി 20 ഫിൽസിന്റെ കുറവാണ് വരിക. ഇന്ധനവിലയിൽ മാറ്റമുണ്ടായതോടെ അജ്മാനിൽ ടാക്സി നിരക്ക് കുറച്ചു. ഇന്നു മുതൽ ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് നിരോധനം. രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണനവും ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. കുവൈത്തിൽ പൊതുനിരത്തുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി ജനറൽ ട്രാഫിക് വിഭാഗം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യുവാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്യവ്യാപക പരിശോധനാ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. ടൈം ടു ട്രാവൽ സെയിൽ നിരക്കുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ക്യാബിൻ ബാഗേജുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്ക് സാധാരണ നിരക്കിലും താഴെയുള്ള എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകൾ 1177 രൂപ മുതൽ ലഭിക്കും. സെപ്റ്റംബർ 30 വരെയുള്ള യാത്രകൾക്കായി ഈ മാസം 3 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഇളവ്. ചൈനീസ് മൊബൈൽ നിർമ്മാണ കമ്പനിയായ വിങ് ടെക് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിനെതിരെ നടപടി. ചെന്നൈ കസ്റ്റംസ് ഓഡിറ്റ് വിഭാഗം 13 കോടി രൂപ പിഴ ചുമത്തി. ഏറ്റവും വലിയ 2 വീലർ നിർമ്മാതാക്കളായ ഹീറോ മോട്ടോ കോർപ്പ് സ്പ്ലെൻഡർ സീരീസിൽ പുതിയ പതിപ്പ് വിപണിയിലിറക്കി. സ്പ്ലെൻഡർ പ്ലക്സ് എക്സ്ടെക് 2.0 എന്ന പേരിലാണ് പുതിയ സ്പ്ലെൻഡർ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ 197 അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു എന്ന പ്രചാരണം തെറ്റെന്ന് ഇരു കമ്പനികളും അറിയിച്ചു. പേടിഎം സിഇഒ വിജയ് ശേഖറുമായി ഗൗതം അദാനി ചർച്ച നടത്തുന്നു എന്നായിരുന്നു പ്രചാരണം. വെനസ്വേലയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയുമായി പങ്കാളിത്തത്തിനൊരുങ്ങി ജിൻഡാൽ പവർ. വെനസ്വേലയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് സമുച്ചയം നടത്താനുള്ള കരാർ നേടിയ ശേഷം മാസങ്ങൾക്കുള്ളിലാണ് പങ്കാളിത്തം. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ മോട്ടോറോള പുതിയ ബജറ്റ് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 6999 രൂപയ്ക്ക് നിരവധി ഫീച്ചറുകൾ ഉള്ള ഫോണാണ് ഇന്ത്യയിൽ വിപണിയിൽ ഇറക്കിയത്. ബ്രിട്ടനിൽ സൂക്ഷിച്ച 100 ടൺ സ്വർണം ഇന്ത്യയിൽ എത്തിച്ച് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ച സ്വർണമാണ് ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത്. 1991 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടി. ഗൂഗിൾ വാലറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനായി US-ൽ ഗൂഗിൾ പേ സേവനം ജൂൺ 4 മുതൽ നിർത്തിവെക്കും. ഡിജിറ്റൽ പേയ്മെന്റ് ഓഫറുകൾ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് ഗൂഗിൾ പുതുതായി ആരംഭിച്ച ഗൂഗിൾ വാലറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം. ഹീറോ മോട്ടോകോർപ്പിന്റെ സാമ്പത്തിക സേവന വിഭാഗമായ ഹീറോ ഫിൻകോർപ്പ് IPOയ്ക്ക് ഒരുങ്ങുന്നു. ഇഷ്യൂവിലൂടെ 4000 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ വെള്ളി ഇറക്കുമതി കുതിക്കുന്നു. 2023-ൽ 3625 ടൺ ഇറക്കുമതി ചെയ്ത സ്ഥാനത്ത് 2024 ഡിസംബർ മുതൽ 4172 ടൺ വെള്ളി ഇറക്കുമതി ചെയ്തതായി റിപ്പോർട്ടുകൾ. നോക്കാം കായിക വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പിച്ച് ബോക്സിംഗ് താരം നിഷാന്ത് ദേവ്. ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ബോക്സർ കൂടിയാണ് നിഷാന്ത് ദേവ്. 71 കിലോ വിഭാഗത്തിൽ മോൾഡോവയുടെ വാസിലി സെബാറ്റോരിയെ പരാജയപ്പെടുത്തിയാണ് യോഗ്യത. 2020 ലോകകപ്പ് സന്നാഹത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെതിരെ ഇറങ്ങും. വൈകിട്ട് 8 മണിക്ക്
നാസൌ കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം ആഘോഷമാക്കാനൊരുങ്ങി റയൽ മാഡ്രിഡ് ആരാധക കൂട്ടായ്മയായ ഗലാക്റ്റിക്കോസ് മാഡ്രിഡ് ഫാമിലി. റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഫൈനൽ കേരളത്തിലെയും വിവിധ GCC രാജ്യങ്ങളിലെയും ബിഗ് സ്ക്രീൻ പ്രദർശനത്തിലൂടെ കാണാൻ കഴിയും. നോക്കാമിനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. പാർവതി തിരുവോത്തും ഉർവശിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം ഉള്ളൊഴുക്കിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ക്രിസ്റ്റോ ടോമി തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ചിത്രം ഈ മാസം 21-ന് തിയേറ്ററുകളിലെത്തും. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. വിപിൻ ദാസ് ആണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങൾക്കേറെ പ്രാധാന്യം നൽകിയൊരുക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. സംവിധായകൻ TS സുരേഷ് ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം DNA പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. മലയാളികൾക്ക് സുപരിചിതനായ ഹന്ന റജി കോശിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. ഹന്ന അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെയാണ് ഹന്ന റജി കോശി അവതരിപ്പിക്കുന്നത്. ശ്രദ്ധേയമായി ശ്രീനാഥ് ഭാസി ചിത്രം സിബിൽ സ്കോറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ശശിധര KM ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. ഒരാൾക്ക് എത്ര പേരുടെ ഫിഗർ ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിന് മറുപടി എന്നോണം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വൈറലാകുന്നു. ഒന്നിലധികം സെലിബ്രിറ്റികളുടെ ഫിഗർ ചെയ്ത് ശ്രദ്ധ നേടി യുവതി. നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികൾക്ക് വർണ്ണവിസ്മയം തീർത്തൊരു മേക്ക് ഓവർ ആയാലോ. AI സൃഷ്ടിയിൽ വർണ്ണപ്പകിട്ടാർന്ന തൂവലുകളോടെയുള്ള പക്ഷികളുടെ വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. സമൂഹമാധ്യമങ്ങളിൽ അശോക ട്രെൻഡ് അവസാനിക്കുന്നില്ല. നമുക്ക് ആകാശക്കോഴിന്റെ മേക്കപ്പ് കണ്ടാലോ എന്ന ആമുഖത്തോടെ ട്രെൻഡ് ഏറ്റെടുത്ത കുഞ്ഞിന്റെ ക്യൂട്ട് വീഡിയോ കാണാം. ഇങ്ങനെ ചേച്ചിമാരൊക്കെ കാണിച്ച് നോക്കാം ഫാക്ട് ചെക്ക്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. 2020-ൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജനറൽ ഖാസിം സുലൈമാനിയുടെ ശവസംസ്കാര ചടങ്ങിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസിൽ തീപിടുത്തം. ആളപായം ഇല്ല. അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആയുധം കണ്ടെത്തി. ഒരാൾ അറസ്റ്റിൽ. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടത്തി പോലീസ്. ദക്ഷിണ കാലിഫോർണിയയിൽ ഭൂചലനം. 3.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ഹിമാചലിലെ ബിലാസ്പൂരിലെ ഡിങ്കു വനത്തിൽ തീപിടുത്തം. തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ രാത്രിയിലും കനത്ത മഴ തുടരുന്നു. വെള്ളിയാമറ്റത്ത് 2 ക്യാമ്പുകൾ തുറന്നു. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കനത്ത മഴ. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ പെയിന്റ് ഫാക്ടറിയിൽ തീപിടുത്തം. 3 പേർ മരിച്ചു. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.